ജാവയിലെ അറേയ്സ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് അറേയ്സ് സൃഷ്ടിക്കുന്നതും അതിലെ എലിമെന്റ്സ് ആക്സസ് ചെയ്യുന്നതും. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110, ജെഡികെ 16, എക്ലിപ്സ് 370. ഈ ട്യൂട്ടോറിയലിനായി ജാവയിലെ ഡാറ്റ ടൈപ്സും ഫോർ ലൂപ്പും അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഡേറ്റകളുടെ ശേഖരത്തെ അറേയ്സ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് മാർക്കുകളുടെ പട്ടിക, പേരുകളുടെ പട്ടിക, മഴയുടെ വിവരങ്ങൾ, താപനില. ഓരോ എലിമെന്റിനും അതിന്റെ സ്ഥാനത്തിന് അനുസരിച്ച് ഒരു ഇൻഡെക്സ് ഉണ്ടായിരിക്കും. എലിമെന്റ്സിന്റെ ഇൻഡെക്സ് ഇങ്ങനെയാണ്: ആദ്യത്തേതിന്റെ 0, രണ്ടാമത്തേതിന്റെ 1, അങ്ങനെ. ഈ ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുമെന്ന് നോക്കാം. എക്ലിപ്സിലേക്ക് പോകുക. അറേയ്സ്ഡെമോ എന്ന് പേരുള്ള ക്ലാസ് സൃഷ്ടിച്ചിട്ടുണ്ട്. മെയിൻ methodനുള്ളിൽ മഴയുടെ കണക്കുകൾ ചേർക്കാം. മെയിൻ ഫങ്ഷനുള്ളിൽ ടൈപ്പ് ചെയ്യുക: ഇന്റ് റെയിൻഫോൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റുകൾ ഇക്വൽ ടു കർലി ബ്രാക്കറ്റുകൾക്കുള്ളിൽ ടൈപ്പ് ചെയ്യുക 25, 31, 29, 13, 27, 35, 12, അവസാനമായി സെമിക്കോളൻ. വേരിയബിളിന്റെ പേരായ റെയിൻഫോളിന് ശേഷമുള്ള സ്ക്വയർ ബ്രേസസ് ശ്രദ്ധിക്കുക. ഇത് റെയിൻഫോളിനെ ഇന്റിജേഴ്സിന്റെ ഒരു അറേ ആയി ഡിക്ലെയർ ചെയ്യുന്നു. അറേയിലെ എലിമെന്റ്സിനെ സൂചിപ്പിക്കുന്നതിനാണ് ബ്രേസസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡേറ്റ ആക്സസ് ചെയ്യാം. അടുത്ത വരിയിൽ ടൈപ്പ് ചെയ്യുക: സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ റെയിൻഫോൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 2 ടൈപ്പ് ചെയ്യുക. ഇൻഡെക്സ് 2ലുള്ള എലിമെന്റ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അതായത് അറേയിലെ മൂന്നാമത്തെ എലിമെന്റ് ആയ 29. സേവ് ചെയ്തിട്ട് പ്രോഗ്രാം റൺ ചെയ്യുക. ഔട്ട്പുട്ട് മൂന്നാമത്തെ എലിമെന്റ് ആയ 29 ആണെന്ന് കാണാം. 2ന്റെ സ്ഥാനത്ത് 0 ടൈപ്പ് ചെയ്യുക. പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ട് ആദ്യത്തെ എലിമെന്റ് ആയ 25 ആണെന്ന് കാണാം. ഇപ്പോൾ ആദ്യത്തെ എലിമെന്റിന്റെ മൂല്യത്തിൽ മാറ്റം വരുത്താം. ടൈപ്പ് ചെയ്യുക: റെയിൻഫോൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 0 ഈക്വൽ ടു 11 സെമിക്കോളൻ. ഇത് പരിശോധിക്കാം. പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക. മൂല്യം 11ആയി മാറിയെന്ന് കാണാം. ഇപ്പോൾ ഒരു പ്രത്യേക സൈസിലുള്ള അറേ അതിലെ എലിമെന്റ്സ് കൊടുക്കാതെ സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മെയിൻ ഫങ്ഷനിൽ ഉള്ളതെല്ലാം നീക്കം ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക: ഇന്റ് സ്ക്വയർസ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ഈക്വൽ ടു ന്യൂ ഇന്റ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 10. ഈ സ്റ്റേറ്റ്മെന്റ് സ്ക്വയർസ് എന്ന 10 ഇന്റിജർ എലിമെന്റ്സ് ഉള്ള ഒരു അറേ സൃഷ്ടിക്കുന്നു. ഇപ്പോൾ ഇതിൽ ചില മൂല്യങ്ങൾ ചേർക്കാം. ടൈപ്പ് ചെയ്യുക: സ്ക്വയർസ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 0 ഈക്വൽ ടു 1 സെമിക്കോളൻ. അടുത്ത വരിയിൽ സ്ക്വയർസ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 1 ഈക്വൽ ടു 4 സെമിക്കോളൻ. അടുത്തത് സ്ക്വയർസ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 2 ഈക്വൽ ടു 9 സെമിക്കോളൻ.
സ്ക്വയർസ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 3 ഈക്വൽ ടു 16 സെമിക്കോളൻ. അതായത് നമ്മൾ ആദ്യത്തെ 4 അക്കങ്ങളുടെ വർഗം എൻറർ ചെയ്തു. അറേയുടെ മറ്റ് എലിമെന്റ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിനായി അറേയുടെ 6ാമത്തെ മൂല്യം പ്രിന്റ് ചെയ്യാം. ടൈപ്പ് ചെയ്യുക സിസ്റ്റം S ക്യാപിറ്റൽ ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ സ്ക്വയർസ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 5 സെമിക്കോളൻ. പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക. മൂല്യം 0 ആണെന്ന് കാണാം. ഇതെന്തെന്നാൽ നമ്മൾ ഒരു ഇന്റിജർ അറേ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ മൂല്യങ്ങൾ 0 ആയി ഇനിഷ്യലൈസ് ചെയ്യുന്നു. അതുപോലെ ഒരു ഫ്ലോട്ട് അറേയുടെ എല്ലാ മൂല്യങ്ങളും 0.0 ആയി ഇനിഷ്യലൈസ് ചെയ്യുന്നു. അറേയിലേക്ക് ഓരോ മൂല്യവും പ്രത്യേകം ടൈപ്പ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇതിന് പകരം ഫോർ ലൂപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ടൈപ്പ് ചെയ്യുക ഇന്റ് n, x സെമിക്കോളൻ 4 ബ്രാക്കറ്റിനുള്ളിൽ x ഈക്വൽ ടു 4 സെമിക്കോളൻ x ലെസ് താൻ 10 സെമിക്കോളൻ x ഈക്വൽ ടു x പ്ലസ് 1 ഫോർ ലൂപ്പിനുള്ളിൽ n ഈക്വൽ ടു x പ്ലസ് 1 സെമിക്കോളൻ സ്ക്വയർസ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ x ഈക്വൽ ടു n ഇൻറ്റു n സെമിക്കോളൻ. ഇവിടെ 4 മുതൽ 9 വരെയുള്ള ഇറ്ററേഷൻസിൽ അറേയിലെ ഓരോ മൂല്യവും സെറ്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് പരിശോധിക്കാം. അറേയിലെ 6ാമത്തെ എലിമെന്റിന്റെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു. സേവ് ചെയ്ത് റൺ ചെയ്യുക. ആറാമത്തെ എലിമെന്റ് 6ന്റെ വർഗമായ 36 ആണെന്ന് കാണാം. നമുക്ക് എല്ലാ മൂല്യങ്ങളും ഫോർ ലൂപ്പ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. മൂല്യങ്ങൾ പ്രത്യേകം എൻറർ ചെയ്ത വരികൾ നീക്കം ചെയ്യുക. 4ന് പകരം 0 കൊടുക്കുക. ഇങ്ങനെ 0 മുതൽ 9 വരെയുള്ള ഇൻഡെക്സിൽ ബന്ധപ്പെട്ട സംഖ്യകളുടെ വർഗങ്ങൾ എലിമെന്റ്സ് ആയി സെറ്റ് ചെയ്യുന്നു. 3ാമത്തെ എലിമെന്റിന്റെ മൂല്യം പരിശോധിക്കാം. 5ന് പകരം 2 കൊടുക്കുക. സേവ് ചെയ്ത് റൺ ചെയ്യുക. ലൂപ്പിൽ 3ാമത്തെ എലിമെന്റ് 9 ആയി സെറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇങ്ങനെയാണ് അറേയ്സ് സൃഷ്ടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് അറേയ്സ് ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, അറേയിലെ എലിമെന്റ്സ് ആക്സസ് ചെയ്യുന്നത്. അസൈൻമെന്റ്: ഒരു ഇന്റിജർ അറേയിലെ എലിമെന്റ്സിന്റെ തുക കാണുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബെ. നന്ദി.